പയ്യന്നൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിയില്ലാത്തത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP റിപ്പോർട്ടറിനോട്. കോൺഗ്രസിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത സ്ഥലമാണ് പയ്യന്നൂർ. രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താണ് വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം. യൂത്ത് കോൺഗ്രസിന് ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ആനന്ദതീർത്ഥൻ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവൊക്കെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയില്ലെന്ന് പറയുന്നത് വളരെ ക്ഷീണമാണ്. പക്ഷേ ഇവിടുത്തെ പയ്യന്നൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയേക്കാൾ പ്രാധാന്യം അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കുഞ്ഞികൃഷ്ണനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളീയ പൊതുജന സമൂഹം ഈ ഗവൺമെൻറ് മാറി ഒരു UDF ഗവൺമെൻറ് വരാൻ ആഗ്രഹിക്കുമ്പോൾ ജനങ്ങളുടെ ആ താല്പര്യത്തിനും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായി ഒരാൾ പോലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ലെന്ന് എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. നമ്മൾ അധികാരത്തിൽ വരും. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാട്ടവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് പയ്യന്നൂർ. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതും. അത്തരത്തിൽ കോൺഗ്രസിന് പാരമ്പര്യമുള്ള ഇടമാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് ഇടതുപക്ഷത്തേക്ക് ചേർന്ന് നിന്ന് പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ തുടർച്ചയായി ഇടതുപക്ഷം വിജയിക്കുന്ന ഇടം കൂടിയാണ്. അപ്പോൾ അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നത് ദോഷം ചെയ്യുമെന്ന രൂപത്തിൽ പറയുന്നുണ്ടോ? അതിലുണ്ടായിരിക്കുന്ന എതിർപ്പുകൾ അത് അന്വയിപ്പിക്കാനുള്ള ശ്രമം നടത്തും എന്നാണോ അദ്ദേഹം പറഞ്ഞതിന്റെ സത്ത? സ്മൃതി, അങ്ങനെ തന്നെയാണ്. വലിയ എതിർപ്പ് വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ പ്രാദേശികമായി രൂപപ്പെട്ടു വന്നിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ രംഗത്തെത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഒരു വേള ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്ന ഒരു തീരുമാനം തങ്ങളിൽ നിന്നുണ്ടാകില്ല എന്ന് വരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി തന്നെ അവിടെ വരാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ സൂചിപ്പിച്ചത് തന്നെയാണ് സ്മൃതി. വളരെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം. അങ്ങനെ വൈകാരികമായി തന്നെ ഈ വിഷയത്തെ കോൺഗ്രസ് പ്രവർത്തകർ കണ്ടിരുന്നു, പ്രാദേശിക നേതൃത്വം കണ്ടിരുന്നു. അതിനാൽ തന്നെയാണ് ആ രീതിയിലുള്ള എതിർപ്പ് ഉയർന്നു വന്നത്. അത് തന്നെയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്നത്. ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാത്തത് അവിടെ ക്ഷീണം ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ കാലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു ക്ഷീണം പാർട്ടിക്കുണ്ടാകും. പക്ഷേ അപ്പോഴും ഈ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്, മുന്നണി എത്തിയത് എന്നുള്ള കാര്യം കൂടി ഉണ്ണിത്താൻ പറയുന്നു. അത് ബോധ്യപ്പെടുത്താൻ, അത് അണികൾക്കിടയിലേക്ക് ബോധ്യപ്പെടുത്താൻ, പ്രവർത്തകർക്കിടയിലേക്ക് ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ രീതിയിലുള്ള എതിർപ്പുകൾ അത് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ ഇന്നതാണ് സാഹചര്യം, അതിനാലാണ് വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തിയത് എന്ന കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടി അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് അകത്ത് നിന്ന് പോരാടേണ്ടിയിരുന്ന ആളാണ്. അദ്ദേഹം അതിനകത്ത് നിന്ന് അതിനെതിരെ ഇത്തരം പ്രവണതകൾക്കൊക്കെ എതിരെ പോരാടേണ്ടിയിരുന്ന ആളാണ്. അതിന് പുറത്തിറങ്ങി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ പോരാട്ടം വേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം കൂടി ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയുന്നുണ്ട്. ഇന്നലെയാണ് അവിടെ ഒരു റോഡ് ഷോ വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ UDF അണികളൊക്കെ ചേർന്നുകൊണ്ട് അവിടെ നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ പരമാവധി UDFന്റെ പിന്തുണ നേടുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. സജീവമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ രംഗത്തിറങ്ങാൻ ഏതായാലും കോൺഗ്രസ് നേതൃത്വമൊക്കെ നിലവിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള ശ്രമം കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ശരി, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്.